ഈ അടുത്ത നാളുകളിലായി എൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളെല്ലാം നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾ ഏതു നേരവും ജാതിയെയും മതത്തെയും ആക്ഷേപിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. എന്നാൽ സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എൻ്റെ ജാതിയും മതവും അറിയാൻ നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുന്നു. അതിൽ വ്യക്തത വരാത്ത നിങ്ങൾ എൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും പേര് ചോദിക്കുന്നു. എന്നിട്ട് ക്ലിയർ ആവാത്ത നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ പേര് ചോദിക്കുന്നു. അതിലും വ്യക്തത വരാതെ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാറും ചോറുമാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ ഹിന്ദുവാക്കി. പത്തിരിയും ഇറച്ചിയുമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ മുസൽമാനാക്കി. താറാവും മപ്പാസുമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ക്രിസ്ത്യാനിയാക്കി. എന്നിട്ടും വ്യക്തത വരാതെ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങൾ ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആനയും പോത്തുമാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ ഹിന്ദുവാക്കി ചിത്രീകരിച്ചു. പട്ടിയും പന്നിയുമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ക്രിസ്ത്യാനിയാക്കി. മൂരി അഥവാ കാളയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ മുസൽമാനാക്കി. എന്നാൽ ജാതിയും മതവും ചോദിക്കരുതെന്നാണ് പ്രമാണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞവർ ആ ജാതി എൻ്റേതാണെന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും